ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ CPM-ഉം സ്ഥാനാർത്ഥിയും നുണബോംബിറക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KK ശൈലജയ്ക്കെതിരെ പ്രതിപക്ഷം ഇനിയും കോവിഡ് അഴിമതി ഉന്നയിക്കുക തന്നെ ചെയ്യും. കോവിഡ് മരണങ്ങൾ മറച്ചുവെച്ച അതേ PR ഏജൻസിയാണ് വടകരയിലും നുണബോംബ് പൊട്ടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നും സതീശൻ പറഞ്ഞു. KK രമയെയും UDF വനിതാ നേതാക്കളെയും ഉമ്മൻചാണ്ടിയുടെ പെൺമക്കളെയും ആക്ഷേപിച്ചപ്പോൾ സ്ത്രീപക്ഷവാദികൾ എവിടെയായിരുന്നു? സ്വന്തം ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിനടിയിൽ ക്യാമറ വെച്ച CPM-കാർ എന്തും ചെയ്യും. LDF-ഉം BJP-യും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ പോകുന്നില്ല. സംസ്ഥാനത്ത് UDF തരംഗമാണെന്നും VD സതീശൻ പാനൂരിൽ പറഞ്ഞു. പാനൂരിൽ ബോംബ് പൊട്ടിയതിൽ ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് CPM ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. RSS-മായി സന്ധി ചെയ്തുകൊണ്ട് UDF-കാരെ കൊല്ലാനാണ് ബോംബുണ്ടാക്കിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിവസം UDF പ്രവർത്തകനായ മൻസൂറിനെ ബോംബെറിഞ്ഞു കൊന്ന പാർട്ടിയാണ് CPM. അതേ പാർട്ടിയാണ് ഇപ്പോഴും UDF-കാരെ കൊല്ലാൻ ബോംബുണ്ടാക്കിയത്. ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായി CPM-ഉം സ്ഥാനാർത്ഥിയും ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 25-ന് മുഖ്യമന്ത്രിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷനും DGP-ക്കും SP-ക്കും LDF ഇതേ പരാതി നൽകിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകളെയോ എതിർ സ്ഥാനാർത്ഥികളെയോ അപമാനിക്കുന്നതിനെ UDF ഒരു കാലത്തും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് സതീശൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ CPM ആണ് ചെയ്യുന്നത്. വൈകാരികമായി തൊണ്ടയിടറി പറഞ്ഞു എന്ന തരത്തിൽ ഇപ്പോൾ വാർത്ത വരുത്തിക്കുകയാണ്. പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്ന് മുഖ്യമന്ത്രിയോടാണ് ചോദിക്കേണ്ടത്. KK രമയെ ആസ്ഥാന വിധവ എന്ന് വിളിച്ചാക്ഷേപിച്ചപ്പോൾ KK ശൈലജയെയോ ബൃന്ദ കാരാട്ടിനെയോ കണ്ടില്ലല്ലോ. ലതിക സുഭാഷിനെയും ICU-വിൽ പീഡനത്തിനിരയായ അതിജീവിതയെയും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴും ഈ സ്ത്രീപക്ഷവാദികളെ ആരെയും കണ്ടില്ലെന്നും സതീശൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പിന്റെ അവസാനാഴ്ചയിൽ പുതിയ സാധനവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും ഇവിടെ ഓടില്ല. പരാതി നൽകിയിട്ടും പൂഴ്ത്തിവെച്ച പിണറായി വിജയനാണ് ഒന്നാം പ്രതി. പരാതി എവിടെയാണ് പൂഴ്ത്തിവെച്ചത് എന്നതിന് മറുപടി പിണറായി വിജയനാണ് പറയേണ്ടത്. തിരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ആഴ്ച കത്തിക്കാൻ കാത്തിരുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ പെട്ടുപോകുമെന്നും VD സതീശൻ വ്യക്തമാക്കി. UDF സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിഭാഗവും തന്നെ തേജോവധം ചെയ്യുകയാണെന്ന് KK ശൈലജ ടീച്ചർ പരാതിപ്പെട്ടിരുന്നു. തനിക്കെതിരെ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കുകയാണ്. അതിന് UDF-ന്റെ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുകയാണെന്നും KK ശൈലജ പറഞ്ഞിരുന്നു. വാർത്താ സമ്മേളനത്തിലാണ് എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനും UDF-നുമെതിരെ KK ശൈലജ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.